എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബട്ടർസ്കോച്ച് ഫ്ലേവറുള്ള ഒരു ഗ്ലേസാണ്. ബട്ടർസ്കോച്ച് എനിക്ക് വേണം ഒരുവിധം കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ തന്നെയാണ് ബട്ടർസ്കോച്ച്. ഇപ്പോൾ കേക്ക് ആണെങ്കിലും പുഡിങ്, ഐസ്ക്രീം, എന്തിനും ചോക്ലേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഇഷ്ടമുള്ളൊരു ഫ്ലേവർ തന്നെയാണ് ബട്ടർസ്കോച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ബട്ടർസ്കോച്ച് ഗ്ലേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഗ്ലേസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജലാറ്റിൻ പൗഡർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ബ്ലൂം ചെയ്യാൻ വെക്കണം ഒരു 5 മിനിറ്റ്. ഇനി ഒരു പാനിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമൽ ചെയ്യണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഡ്രൈ കാരമലാണ് ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചസാര കാരമലായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കണം, ഒത്തിരി ഡാർക്ക് ആക്കണ്ട. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തു. ഒന്നുമില്ലെങ്കിൽ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് വേണം ബട്ടർ ചേർക്കാനായിട്ട്. ബട്ടറും കാരമലും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ബട്ടറും കാരമലും കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്തു. കണ്ടൻസ് മിൽക്കും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് 1/4 കപ്പ് ക്രീം ചേർത്ത്, നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന ക്രീമാണ്. ക്രീം ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം തീ ഓണാക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ചെറിയ തിള വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പൈപ്പിംഗ് ജെൽ ചേർത്തു. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇപ്പോൾ പൈപ്പിംഗ് ജെല്ല് നല്ലതുപോലെ അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഒന്ന് നല്ലതുപോലെ തിളച്ച ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് ഞാൻ ബ്ലൂം ചെയ്ത ജലാറ്റിൻ ചേർത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ. നമുക്കിത് അരിച്ചെടുക്കാം. ഇപ്പോൾ അങ്ങനെ ബട്ടർസ്കോച്ച് മിറക്കിൾ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ തണുക്കണം. തണുത്ത ശേഷം മാത്രമേ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 50 ഗ്രാം കാഷ്നട്ട് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ബട്ടർ പേപ്പറിലേക്ക് വറുത്ത് വെച്ച് നട്ട്സ് ഇട്ടൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് സോഡ ബൈകാർബണേറ്റ് വേണം. നട്ട്സ് കാരമൽ ചെയ്യുന്നുണ്ട്. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. പഞ്ചസാരയുടെ കൂടെ 1 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. പഞ്ചസാര നല്ലതുപോലെ കാരമലായിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് സോഡ ബൈകാർബ് ചേർത്ത് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നട്ട്സ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. സോഡ ബൈകാർബ് ചേർക്കുമ്പോൾ നട്ട്സ് നല്ല ക്രിസ്പിയാക്കി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഈ നട്ട്സ് ബട്ടർ പേപ്പറിലേക്ക് ഇട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു 1.5 കിലോയുടെ കേക്ക് ഇവിടെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തണുത്താണ് കേക്ക് ഇരിക്കുന്നത്. ആ കേക്കിന് മുകളിലേക്ക് നമ്മളിപ്പോൾ തണുത്ത മിറർ ഗ്ലേസ്, ബട്ടർസ്കോച്ച് മിറർ ഗ്ലേസ് ഒഴിക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ഒഴിക്കാനുള്ള അളവിലുള്ള ബട്ടർസ്കോച്ച് ഗ്ലേസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സൈഡിലൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. അപ്പോൾ ടോപ്പിൽ ഈവനായിട്ട് ആ ബട്ടർസ്കോച്ച് ഗ്ലേസ് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യണം.
ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 5 മിനിറ്റ് കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം. നട്ട്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നട്ട്സ് അതേപോലെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ കേക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ പുറത്തേക്ക് എടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ആ സൈഡെല്ലാം ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് കാരമൽ ചെയ്ത നട്ട്സ് വെച്ചിട്ട് കേക്കിൻ്റെ സൈഡെല്ലാം ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നട്ട്സും എല്ലാ ഭാഗത്തും ഈവനായിട്ട് നമ്മളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. എഡിബിൾ ഡസ്റ്റ് പൗഡറാണത്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി എടുത്തിട്ട് സ്ട്രോബെറി നല്ലതുപോലെ കഴുകിയ ശേഷം നല്ലതുപോലെ തുടച്ചെടുക്കണം. തുടച്ച ശേഷം സ്ട്രോബെറിയുടെ മുകളിൽ എഡിബിൾ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ഗ്ലേസിങ് കിട്ടുക സ്ട്രോബെറിക്ക്. കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നല്ലൊരു മിറർ ഗ്ലേസ് ആണത്. നല്ലൊരു ബട്ടർസ്കോച്ച് ഫ്ലേവറും ഉണ്ട്. അതേപോലെ നല്ലൊരു ബട്ടർസ്കോച്ച് ശരിക്കൊരു മിറർ എഫക്റ്റ് തന്നെ കേക്കിന് കിട്ടും. നല്ലൊരു ഗ്ലേസിങ് ആണ് കേക്കിൻ്റെ മുകളിൽ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.